Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ മാത്സ് UPSC എക്സാമിൽ മാത്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജായ മലയാളം അതിൽ എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്, എത്ര നമ്മൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കാരണം ഒരു റീജിയണൽ ലാംഗ്വേജും ഇംഗ്ലീഷും എന്നുള്ള രണ്ട് ടെസ്റ്റ് നമുക്ക് മെയിൻസ് എക്സാമിൽ വരുന്നുണ്ട്, രണ്ട് പേപ്പർ. ആ പേപ്പർ ഒരിക്കലും ക്വാളിഫൈ ചെയ്യാതെ നിങ്ങളുടെ മറ്റുള്ള പേപ്പറൊന്നും എന്ത് ചെയ്യില്ല, അവർ പരിശോധിക്കില്ല എന്നുള്ള അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രിലിംസിലാണെങ്കിൽ അവിടെയും ഇംഗ്ലീഷിനും മാത്സിനും നമുക്ക് എന്തുണ്ട്, കൂടുതലല്ലെങ്കിൽ കൂടി ഒരു പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളൊരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്ന ആളുകൾക്കും സെൽഫ് സ്റ്റഡി പഠിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ആളുകൾക്കുമെല്ലാം അവരുടെ പഠനം വ്യക്തമായ ട്രാക്കിലൂടെയാണോ പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയും പിന്നെ ഇടയ്ക്കൊരു നിങ്ങൾക്ക് ഡൗട്ട്സുകളും എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ബാക്കിൽ നിന്ന് ഒരു സ്കഫോൾഡ് ചെയ്യാൻ ഉള്ള രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആർക്കും ചേരണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഈ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ UPSC എക്സാമിൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇതിൻ്റെ ഓരോന്നിനെയും പ്രാധാന്യവും എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് മാത്സ് മുമ്പ് 2011 മോഡലിലെ മുന്നേ ആയിരുന്നെങ്കിൽ മാത്സിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു രീതിയായിരുന്നു പ്രിലിംസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത്ര പ്രാധാന്യം ഇന്ന് മാത്സിന് ഇല്ല എന്നുള്ളതാണ്. എങ്കിലും മാത്സ് പഠിക്കേണ്ടതുണ്ട്. കാരണം പേപ്പർ GS 2 എന്ത് ചെയ്യുന്നുണ്ട്, സിസാറ്റ് പേപ്പറിൽ രണ്ട് പേപ്പറാണല്ലോ പ്രിലിംസിനുള്ളത്. അതിൽ ഒന്നാമത്തെ പേപ്പർ GS 1 GS പേപ്പർ ഉണ്ട്, രണ്ടാമത്തെ സിസാറ്റ് പേപ്പർ ഉണ്ട്. GS പേപ്പറിൻ്റെ ബേസിലാണ് റാങ്ക് തീരുമാനിക്കുന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ പേപ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ സിസാറ്റ് എന്നുള്ള പേപ്പർ ക്വാളിഫൈഡ് ആവണം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ 200 മാർക്കിലേക്കാണെങ്കിൽ അതിൻ്റെ 1/3 ഒരു 33% മാർക്ക് അതിൽ വാങ്ങണം. ഒരു 70 മാർക്കിൻ്റെ അടുത്തോളം എന്ത് ചെയ്യണം, നിങ്ങൾ മാർക്ക് വാങ്ങണം എന്നുള്ള നിർബന്ധമാണ്. അതിൽ അത്രയും മാർക്ക് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നിങ്ങളുടെ രണ്ടാമത്തെ GS 1 പേപ്പർ 1 നോക്കുകയുള്ളൂ എന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് കുറച്ച് മാത്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷും വരുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മാത്സ് എന്ന് പറഞ്ഞാൽ പക്ക നമ്മൾ മാത്സിൽ ഒരു 10th ലെവലുള്ള മാത്സ് എന്ത് ചെയ്യണം, അതിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. 200 മാർക്കിലേക്കാണ്. ആ 200 മാർക്കിൽ മാത്സ് മാത്രമല്ല മെൻ്റൽ എബിലിറ്റി, റീസണിങ്, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാത്സ് നിങ്ങൾ വളരെ വീക്കാണ്, പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ അതിൽ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ മാത്സ് വീക്ക് ആവുന്നതുകൊണ്ടും പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് ഇംഗ്ലീഷിൽ വീക്കാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള മാത്സ് റെഡിയാക്കിക്കൊണ്ട് ആ ഒരു 70 മാർക്ക് വാങ്ങാൻ വേണ്ടി ചെയ്ത് നിങ്ങൾ പരിശ്രമിക്കണം. അഥവാ അത് കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത പേപ്പറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എനിക്ക് അറിയുന്ന മാത്സ് അതിൽ മതിയോ നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു 2-3 വർഷത്തെ സിസാറ്റ് പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. അഥവാ ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൽ ഒരു 2-3 പേപ്പർ സിസാറ്റ് നിങ്ങൾ 2 മണിക്കൂർ ഇരുന്ന് എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഇരുന്ന് എഴുതി നോക്കുക. അതിലൊക്കെ നിങ്ങൾക്കൊരു മോർ ദാൻ 80 മാർക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് അതിന് വേണ്ടി പഠിക്കേണ്ടതില്ല. സിസാറ്റിന് വേണ്ടിയാലും അതിലെ മാത്സിന് വേണ്ടിയാലും അതിൽ ഇംഗ്ലീഷിന് വേണ്ടിയാലും എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. ഒരു 90 മാർക്കൊക്കെ 100 മാർക്കൊക്കെ നിങ്ങൾ ഷുവറായിട്ട് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് സിസാറ്റിന് വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ സമയം കളയേണ്ടതില്ല. അതേ സ്ഥാനത്ത് അതിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ഒരു ലെസ് ദാൻ 60 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിൽ മാത്സിനായാലും മെൻ്റൽ എബിലിറ്റി ആയാലും റീസണിങ് ആയാലും അതുപോലെ തന്നെ അതിലെ ഇംഗ്ലീഷ് ആയാലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിശ്രമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ല മാത്സ്, എങ്കിലും ഈ പേപ്പർ ക്വാളിഫൈ ചെയ്യുക, സിസാറ്റ് പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രാപ്തരായിരിക്കണം. അത് മാത്സ് ഉപയോഗിച്ചിട്ടായാലും വേണ്ടിയില്ല, അതേ സമയത്ത് ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടായാലും റീസണിങ്ങോ മെൻ്റൽ എബിലിറ്റിയോ മറ്റുള്ള എന്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായാലും വേണ്ടില്ല. ഇതിൽ ഉണ്ടായിരിക്കേണ്ട മാത്സ് വെറും ബേസിക് മാത്സ് മാത്രമാണ്. 10ാം ക്ലാസ് ലെവൽ വരെ 10th ലെവൽ വരെയുള്ള മാത്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സിസാറ്റിൽ ചോദിക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ ഒരു മാത്സ് നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, മറിച്ച് 10th ലെവൽ വരെയുള്ള മാത്സുകൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. അതേ സ്ഥാനത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 60 മാർക്കിന് താഴെയാണ് വരുന്നതെങ്കിൽ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, സിസാറ്റുമായി ബന്ധപ്പെട്ട് നോക്കുക. അപ്പോൾ അതിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് സോൾവ് ചെയ്ത് ആ ഏരിയകളൊക്കെ എന്ത് ചെയ്യുക, മാത്സിൽ
പക്ക ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മാത്സിന് വേണ്ടി ചെയ്യേണ്ടത്. ഇനി ഇംഗ്ലീഷിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സിസാറ്റിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിസാറ്റിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് സെൻറ്റൻസ് പാരഗ്രാഫ് തന്നിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1-2 പാരഗ്രാഫ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം. മാത്സിൽ ഓക്കെ ആണെങ്കിൽ സിസാറ്റിൻ്റെ പേപ്പറിൽ ഇംഗ്ലീഷിൽ വീക്ക് ആണെങ്കിലും പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് മെയിൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നമുക്ക് 9 പേപ്പറാണ് മെയിൻസിലുള്ളത്. അതിൽ 7 പേപ്പറിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നെങ്കിൽ കൂടിയും 2 പേപ്പറായിട്ടുള്ള ലാംഗ്വേജിന് 2 പേപ്പർ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിലൊരു പേപ്പർ ഇംഗ്ലീഷ് ആണെന്നുള്ളതാണ്. ആ ഇംഗ്ലീഷ് 300 മാർക്കിലേക്കാണ്. 300 മാർക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒരു 1/3 മാർക്കേ വാങ്ങേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം നിർബന്ധമായിട്ടും. ആ ക്വാളിഫൈ ചെയ്യാനുള്ള ഇംഗ്ലീഷ് അവിടെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആ ഇംഗ്ലീഷിൽ ഏതൊക്കെ ഏരിയകളാണ്, എസ്സേ വരാറുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ വരാറുണ്ട്, അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ വരാറുണ്ട്. അത് പാസ്സാവാൻ ആവശ്യമായ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഇംഗ്ലീഷ് ആരെയും വീക്കായ ആളുകളുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കുക. അഥവാ നമ്മളൊരു കമ്പൾസറി ആയിട്ടുള്ള 2 പേപ്പർ ഉണ്ട്. ആ പേപ്പർ ക്വാളിഫയിങ് ആയിട്ട് 2 പേപ്പർ ഉണ്ട്. ആ പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 1-2 എടുത്ത് നോക്കുക. അപ്പോൾ അത് സിലബസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഇംഗ്ലീഷ് പേപ്പർ ഒന്ന് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏരിയകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. ആ പേപ്പർ ക്വാളിഫൈഡ് ആയാലേ നിങ്ങളെ മെയിൻസ് ബാക്കിയുള്ള പേപ്പർ നോക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതാണ് ഇംഗ്ലീഷിന് വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഇംഗ്ലീഷിലാണെങ്കിൽ അതിവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇംഗ്ലീഷ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ള ചെക്ക് ചെയ്യൽ അവർ ചെയ്യുന്നത്, മറിച്ച് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അവരുമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ, നമുക്ക് എന്താണ് ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യാൻ മാത്രമുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ നിങ്ങൾ വീക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇംഗ്ലീഷിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് മലയാളം 2 പേപ്പർ ക്വാളിഫൈഡ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. 2ാമത്തെ പേപ്പർ മലയാളമാണ്. മലയാളവും നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന എടുക്കാവുന്നതാണ്. നിങ്ങൾ മലയാളമാണ് നല്ലതെങ്കിൽ മലയാളം എടുക്കാൻ. അതേ സ്ഥാനത്ത് ചില ആളുകൾ ഹിന്ദിയൊക്കെ എടുക്കാറുണ്ട്. ഹിന്ദി മീഡിയം പഠിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ച ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഹിന്ദി റീജിയണൽ ലാംഗ്വേജ് ആക്കി എടുക്കാവുന്നതാണ്. ആ റീജിയണൽ ലാംഗ്വേജും ക്വാളിഫയിങ് പേപ്പറാണ്. 200 മാർക്കിലേക്കാണ്. അതും 300 മാർക്കിലേക്കാണ്. അത് ക്വാളിഫൈ ചെയ്യാനുള്ള പേപ്പർ മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതും സിമ്പിളായിട്ട് മലയാളം തന്നെയാണ്. അതും കുറേ എസ്സേ ക്വസ്റ്റ്യൻസും കുറച്ച് ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. അതിൻ്റെയും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത് ആ 2 പേപ്പറിലും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള മെയിൻസ് പേപ്പർ നോക്കുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ മെയിൻസാണ് നമ്മളുടെ മെയിൻ എക്സാം. അതിൻ്റെ ബേസാണ് റാങ്ക് തീരുമാനിക്കുന്നത്. അവിടെ ഈ 2 പേപ്പറിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ പേപ്പർ നോക്കാതിരിക്കരുത്. ചില ആളുകളുടേതൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ചില റീജിയണൽ ലാംഗ്വേജ് കിട്ടാത്തതിൻ്റെ പേരിലും ചിലത് ഇംഗ്ലീഷിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ പേരിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇംഗ്ലീഷിനായാലും മലയാളത്തിനായാലും അതുപോലെ തന്നെ മാത്സിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടത്, UPSCയുടെ ലെവലിൽ അറിഞ്ഞിരിക്കേണ്ടത്. പല ആളുകളും മാത്സ് കൂടുതലായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടാവാം. അങ്ങനെയൊന്നും വരുന്നില്ല എന്നുള്ള പ്രത്യേകം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ഏരിയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും അവർ ഉദ്ദേശിക്കുന്ന ആ സർവീസ് തന്നെ കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ടും ഉടൻ കാണാം. ബൈ.